ഇന്ന് കലാഭവൻ മണിയുടെ ജന്മദിനം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ആൽബം പുറത്തിറക്കിയിരിക്കുകയാണ് ഒരു സംഘം ആരാധകർ. എന്റെ പൊന്നു മണിച്ചേട്ടൻ എന്ന പേരിലുള്ള ആൽബം ഒരുക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറെ ചെറുപ്പക്കാരാണ്. നാടൻ പാട്ടിന്റെ ഈരടികൾ സമ്മാനിച്ച് മലയാളി പ്രേക്ഷക മനസ്സിൽ മായാത്ത വിസ്മയ താരമായ കലാഭവൻ മണിയെ പുതുവത്സര ദിനത്തിൽ ആരാധകർ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം കൊണ്ടുകൂടിയാണ്. 2016 തീരാനഷ്ടങ്ങളിലൊന്നായ കലാഭവൻ മണിയുടെ വിയോഗം അത്രമേൽ ആരാധകരെ വേദനിപ്പിച്ചിരുന്നു. മണിയുടെ ഓർമ്മകൾക്ക് പ്രണാമമർപ്പിച്ച് മലപ്പുറത്തെ ഒരു സംഘം യുവ കലാകാരന്മാർ എന്റെ പൊന്നു മണിച്ചേട്ടൻ എന്ന ആൽബവുമായാണ് മണിയുടെ ജന്മദിനത്തിൽ ഓർമ്മ പുതുക്കി എത്തിയത്. മലപ്പുറം തിരൂർ സ്വദേശികളായ ഷാനിൽ വടേരി, ബിനോയ് മനോഹർ, ജുനൈദ് കൊലിയിൽ എന്നിവർ ചേർന്നൊരുക്കിയ ആൽബം യൂട്യൂബിൽ ഇതിനകം ഹിറ്റാവുകയും ചെയ്തു. മണിച്ചേട്ടന് വേണ്ടി ഇങ്ങനൊരു വർക്ക് ചെയ്യാനുള്ള കാരണം അത് കേരളത്തിൽ അല്ലെങ്കിൽ ലോക മലയാളികളെല്ലാം വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടൻ്റെ ആ ഒരു വിയോഗം എല്ലാവർക്കും ഒരു തീരെ നഷ്ടമാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം ഞങ്ങളിങ്ങനെ ഒരു ട്രിബ്യൂട്ട് വീഡിയോസൊക്കെ ഇറക്കിയതാണ്. ജിത്തു ശ്രീജിത്തും ഷാനിൽ വടേരിയും ചേർന്ന് സംവിധാനം ചെയ്ത ആൽബത്തിലെ ഗാനം ആലപിച്ചത് ബിനോയ് മനോഹറാണ്. ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം ചെയ്തും ഈ സംഘം നേരത്തെ ശ്രദ്ധേയരായിരുന്നു. കലാഭവൻ മണിയെ നേരിൽ കാണാൻ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ തങ്ങളുടെ ഇഷ്ടതാരത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ച് ആൽബം ഇറക്കിയതും പ്രേക്ഷകർ സ്വീകരിച്ചതും ഭാഗ്യമായി കരുതുകയാണ് ഈ സംഘം. സാധാരണക്കാർക്കിടയിൽ കലാഭവൻ മണി നേടിയെടുത്ത ജനസ്വാധീനം മാത്രം മതിയാകും അദ്ദേഹത്തെക്കുറിച്ച് എഴുതാനും ആലപിക്കാനും. എന്റെ കറുത്ത മുത്ത് പോയി മറഞ്ഞില്ലേ ദൈവേ, കുന്നശ്ശേരി വീടാകെ നിശ്ചലമായില്ലേ, കുന്നശ്ശേരി വീടാകെ നിശ്ചലമായില്ലേ. ജീവൻ ന്യൂസ്, കോഴിക്കോട്.